സൂക്ഷിച്ച് നോക്കേണ്ട ഉണ്ണി, ഇത് നീ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണിപ്പോൾ എൻ്റെ അവസ്ഥ. കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വർക്കായിക്കൊണ്ടിരുന്ന ത്രാസായിരുന്നത്. കറക്റ്റ് ടൈം 10 മണി മുട്ടുന്നതിന് മുമ്പേ എൻ്റെ ത്രാസ് പട്ടിയായി. ഇതുപോലെ കാണിച്ചു. എന്താ സംഭവം എന്ന് പോലും അറിയില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ലൈനിൽ കയറി ഞങ്ങൾ ഏകദേശം മീനൊക്കെ തീർത്ത സമയത്ത് ആൾ ഡെഡായത് ദൈവത്തിൻ്റെ അനുഗ്രഹം. അല്ലാതെയാണെങ്കിൽ ഇന്നത്തെ കച്ചവടം ഗോപി, അല്ലെങ്കിൽ ഇന്നത്തെ കച്ചവടം ഗോപി തന്നെയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ആകെ 1200 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കൂലി. ആ 1200 രൂപ കൂലി കിട്ടിയ ഈ ത്രാസ് ശരിയാക്കാൻ പോകണം. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഉണ്ട് എന്താ കംപ്ലൈൻ്റ് എന്നറിയില്ല. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ബാറ്ററി കംപ്ലൈൻറ്റ്. അങ്ങനെ കൂട്ടുകാരൻ കാഞ്ഞങ്ങാട് പോകുന്നതുകൊണ്ട് അവൻ്റെ കയ്യിൽ പൈസയും കൊടുത്ത് ഒരു ബാറ്ററി മേടിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം 450 രൂപയായിരുന്നു ബാറ്ററിയുടെ വില, ഈ പ്രാവശ്യം അത് 500 ആയി. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ പിന്നെ ഏതെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗ്യാരണ്ടി ഉള്ള തന്നെ എടുത്തോ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്, 6 മാസം ഗ്യാരണ്ടി കിട്ടുമല്ലോ. ഇതിപ്പോൾ സാധാരണ ബാറ്ററി മേടിക്കൽ ഇപ്പോൾ അധികം കിട്ടലില്ല. കാര്യം വേറെ ഒന്നല്ല, നമ്മൾ അധികം ചാർജിന് വെച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ ബാറ്ററി ഇങ്ങനെ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബാറ്ററി നിൽക്കുന്നത് കുറവാണ്. ഇത് സിഗ്മ എന്ന കമ്പനിയുടെ ഒരു പുതിയ ബാറ്ററി കേട്ടോ. ഈ ബാറ്ററി ആട്ടോ നമ്മളിപ്പോൾ മേടിച്ചത് ത്രാസിനിടാൻ വേണ്ടി. ഏകദേശം 20 മണിക്കൂറോളം ചാർജ് നിൽക്കുന്ന ബാറ്ററിയാണ്. 6 മാസം ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ഇത് റിപ്പയർ ചെയ്യുന്നത്. കാര്യം ഇന്നലെ കിട്ടിയ പണിയല്ല. കാരണം നമുക്ക് ഇടയ്ക്ക് ലൈനിൽ കയറി കഴിയുമ്പോൾ കിട്ടുന്ന പരിപാടി തന്നെയാണ് കേട്ടോ. കൂടുതലും ത്രാസിനാണ് കംപ്ലൈൻറ്റ് വരുന്നത്. കാരണം നമ്മുടെ മീനിൻ്റെ പരിപാടി ആയതുകൊണ്ട് കൂടുതലും ത്രാസിന് തന്നെ ആയിരിക്കും പണി വരുന്നത്. അപ്പോൾ അങ്ങനെ ത്രാസും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി. ഇപ്പോൾ ഏകദേശം 550 രൂപയോളം ചിലവായിട്ടുണ്ട്. അപ്പോൾ 1200 നിന്ന് പകുതി പോയി. ഇപ്പം നാളെ ലൈനിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും 600 രൂപയുടെ എണ്ണ വേറെ അടിക്കണം വണ്ടിക്ക്. അപ്പോൾ ഈ ത്രാസ് ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കില്ല. കാരണം നമുക്ക് അറിയാലോ, കൂടുതലും നമുക്ക് ത്രാസിലുള്ള പരിപാടിയാണ്. മീൻ തൂക്കിയെടുക്കാൻ പെട്ടെന്ന് പറ്റുന്നതാണ് നമ്മുടെ ഇലക്ട്രിക് ത്രാസ്. എന്തായാലും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ത്രാസ് ഏതായാലും നമ്മളിപ്പോൾ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം ഇത് വർക്കിംഗ് ആണോ. അപ്പോൾ ഇത് വർക്കിംഗ് ആണെങ്കിൽ ഓക്കെയാണ്. നാളെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും മീൻ പോകാൻ പറ്റും. അപ്പോൾ വേറെ ത്രാസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ത്രാസെല്ലാം കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഇപ്പം നമ്മുടെ ത്രാസ് ഇപ്പോൾ നമ്മൾ ഓണാക്കി നോക്കുന്നുണ്ട് ഇത് വർക്കിംഗ് ആണോ എന്ന്. വർക്കിംഗ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് തൂക്കി നോക്കാം സാധനം സെറ്റാണോ എന്ന്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.